പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം
ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളുടെ അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു തന്നെ നമ്മളെ നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പം ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ 10 ദിവസത്തിൻ്റെ 2 ദിവസം 3 പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന്. ജനങ്ങളങ്ങനെ പലതും പറയും, പക്ഷെ നിനക്ക് കൃത്യമായ അറിവിൽ ബോധ്യവും ഉണ്ടാകണം. അറിവ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് 10 ദിവസത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നിപ്പോൾ പറയണത് നേരെ ചോദ്യം നമ്മുടെ മുഖത്തേക്ക് വരിക. എന്താ പറയണത്? മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ, അതായത് ഞാൻ അപ്പോൾ 10 ദിവസം ഒരു ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ 10 ദിവസം പറയണത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ അത് 10 ദിവസത്തിൻ്റെതായിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറയണ്ട, എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി അതാണ് 10 ദിവസത്തിന്റെ ആടെ ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറഞ്ഞ എന്താണ്? ഇപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പോഴും 10 ദിവസം പറയും അത് വെളിപാടാണ്, എനിക്ക് നീയാണ് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അധികാര സ്ഥാനം തരേണ്ട ആളെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈശോയ്ക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 12 അണ്ണന്മാരുണ്ടല്ലോ, 12 അണ്ണന്മാർ വന്നിട്ട് ഇവരിൽ സീനിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസിനാണ് താക്കോൽ കൊടുക്കേണ്ടത്. അന്ത്രയോസാണ് ആദ്യം വന്ന കക്ഷി. അന്ത്രോസ് പോയി 10 ദിവസം വിളിച്ചോണ്ട് വരികയാണ്. 10 ദിവസം വിളിച്ചോണ്ട് വന്നതിന് ഇപ്പൊ താക്കോൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസവും കുറച്ച് വിവരവും കൊണ്ടൊക്കെ ഉള്ളത് യോഹന്നാനെയാണ്. അടിപൊളി സുവിശേഷമല്ലേ, കണ്ടില്ലേ? 2000 കൊല്ലം കഴിഞ്ഞിട്ടും വായിച്ച് പിന്നെയും ആഴങ്ങളിലേക്ക് പോവുകയാണ് യോഹന്നാൻ. അപ്പം അറിവ് ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിലൊക്കെ അറിവ് നോക്കാനാണെങ്കിൽ യോഹന്നാനെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽസ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഈശോ പറഞ്ഞ് താക്കോൽസ്ഥാനം തരേണ്ടത് അധികാരം അപ്പനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അത് ഈശോയുടെ ഒരു നിലപാടാണത്. ഞാനല്ല നിനക്ക് പണ്ട് സെബദി പുത്രന്മാരോടും പറയുമ്പോൾ എന്താ പറയണത്? ഞാനല്ല, എൻ്റെ ഇടത്തോ വലത്തോ ഇരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണെന്ന് പറയും, പിതാവായ ദൈവമാണെന്ന് പറയും. അത് തന്നെ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അപ്പയോട് ചോദിക്കണം, അപ്പ ഇതിൽ ആരാണ് 12 പേരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിക്കും. എന്താണ് അതറിയാൻ വേണ്ടിയാണ് ഈശോ ചോദ്യം എടുത്തത്. അതായത് അധികാരം വരണത് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വരണത്. പക്ഷെ ഈ അറിവെന്ന് പറയണത് പുസ്തകം വായിച്ച ഗവേഷണം നടത്തുന്ന അറിവല്ല, അഭിഷേക വിധി പ്രകാരമുള്ള അറിവുണ്ട്. പുസ്തകം വായിക്കുന്നതും ഗവേഷണം നടത്തുന്ന അറിവ് തന്നെയാണത്, ബേസ്മെൻ്റാണ്. പക്ഷെ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല, വായിച്ചാൽ മനസ്സിലാക്കിയിരിക്കാന്നേ ഉള്ളൂ. മറ്റേ അഭിഷേക വിധി പ്രകാരം അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ചൂട് പൊട്ടറ്റോ കിട്ടിയ പോലെയാണ്. അത് കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവൻ അപ്പത്തിന് ആർക്കും കൊടുക്കും. അതുപോലെ കൈമാറ്റം ചെയ്യും. അതാണ് ഈ ലൈബ്രറി നോളജിൻ്റെ പ്രശ്നം. കൈമാറ്റം ചെയ്യാൻ പാടായിരിക്കും. അവനത് ആർജിച്ചെടുക്കണതല്ലേ. മറ്റത് പിതാവ് നൽകണതാണ്. പിതാവ് നൽകുന്നത് കാണുമ്പോൾ അത് അഭിഷേക വിധിപ്രകാരമാണ്. അത് കൈമാറ്റം ചെയ്യാൻ പറ്റും. കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുമ്പോഴും ഈ അഭിഷേക അറിവിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതായത് ക്രിസ്തു
എല്ലാവർക്കും എല്ലാമാണെന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അപ്പോൾ ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണ്. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിഥിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, എല്ലാത്തരം മനുഷ്യരും ക്രിസ്തു സംരംഭനാണെന്നുള്ളതാണ്. അപ്രോച്ചബിളാണ്, അപ്രിഹെൻഡഡ് ആണ്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രാതിഭാസിക ജ്ഞാനമില്ലേ, അതിൻ്റെ ആ പ്രക്രിയകളോട് തന്നെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, കഴിവനുസരിച്ചാണ്. അവിടെ നിന്ന് ഓരോരുത്തർക്കും തൻ്റെ കഴിവനുസരിച്ചെന്നല്ലേ കർത്താവ് പറയണത്. മത്തായി 25:15 അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ ഈ നമുക്ക് ദൈവം നൽകുന്ന മോഡ് ഓഫ് ഗിവിങ് അങ്ങനെയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇതുപോലെയാണ്. അവനവൻ്റെ കഴിവനുസരിച്ചാണ്. അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ ദൈവസ്നേഹം, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ പ്രത്യാശ, അവന് വേണ്ടിയുള്ള അവനവൻ്റെ സാക്ഷ്യ ജീവിതം, അവനവൻ്റെ കൈമാറ്റ പ്രവേഗം. കർത്താവിന് കൈമാറണം എന്നുള്ള പ്രവേഗമുള്ളവനാണ്, അതിൻ്റെ ആണ് കഴിവെന്ന് പറയുന്നത്. അതനുസരിച്ച് അവൻ കർത്താവിന് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് പറയണതായിരിക്കും നാളെ പറയണത്. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചൊന്നും അനുഭവം ആയിരിക്കത്തില്ല അടുത്ത കൊല്ലം ഈ നാളിലുള്ള അനുഭവം. നിന്റെ അനുഭവങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ നീ ഒരു പോക്കീസ്, സംശയമില്ല. ദൈവം പഠിപ്പിക്കാത്ത വ്യക്തി ശമയോൻ മാംസമോ രക്തമോ അല്ല, എൻ്റെ സുഖസ്ഥനായ പിതാവാണെന്ന് എന്നെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ? അപ്പോഴ് ശമയോനോടത് പറഞ്ഞെങ്കിലേ അവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയണത്. അത് കാലത്തിനൊപ്പം കർത്താവിനെ കുറിച്ചുള്ള അറിവ് അനുഭവവും വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് അധികാരത്തിലേക്ക് പോണത്. അധികാരമായിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, അനുഗ്രഹം. മനുഷ്യന് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്താണ്? അനുഗ്രഹം. പിന്നെന്താണ്? അഭിഷേകം. അഭിഷേകം കഴിഞ്ഞ അധികാരം. അപ്പം അറിവാണ് ഈ അധികാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അധികാരമാണെന്ന് അറിയാമോ? ആത്മാവിൽ അധികാരമാണ്. ഇപ്പം ചെറിയ പറയത്തില്ലേ, ഇപ്പം ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനോട് പറഞ്ഞ്, അയാൾ അറബി ഡിസ്മിസ് ചെയ്ത് അയാളുടെ ഓഫീസിൽ നിന്ന് ഡിസൈൻ കട്ടാക്കി കളഞ്ഞു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കിയിരുന്നു. ഇയാളെ വന്ന് ഈ സങ്കടം പറയുമ്പോൾ ഞാൻ അമ്മയുടെ രൂപത്തെ ഇങ്ങനെ തൊട്ടും പറഞ്ഞ്, ഞാൻ ഇവനെ കയറ്റി വിടുകയാണെന്ന് തോന്നുന്നു. കാര്യം എന്താണ്? ഇവന് ജീവിക്കാൻ മാർഗമില്ല. ഇവൻ്റെ വിസ എക്സ്പയർ അല്ല, അത് കട്ട് ചെയ്തിരിക്കണതാണ്. അവൻ 19,000 രൂപയെ മറ്റേ മുടക്കി, കാശില്ലാത്ത കാശ് മുടക്കി അവൻ പോയി. അവന് ജോർദാനിൽ ജോലി കിട്ടി. ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി അവിടെ അറബിയിൽ ജോലി ചെയ്തതിന് ശേഷം വേറെ ഒരു ഫാക്ടറി ജോലി ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് വിസ ഒപ്പിച്ചു. അപ്പോൾ വെച്ചാൽ അത് ഏത് സമയത്തും പിടിക്കപ്പെടാം. പക്ഷേ ആ ഒരു മനുഷ്യന് വേണ്ടി ആ സമയത്ത് അധികാരത്തോടെ പറയാൻ കഴിയണത് നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തെ ജീവിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തല ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു മോള് നിൽക്കണത് കഥ ഞാൻ പറഞ്ഞില്ലേ? ദിവസങ്ങൾ ധനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഒരു പ്രേക്ഷിതയാണ് പറഞ്ഞത്, എന്ത് പറ്റും മോളെ ഇവിടെ നിൽക്കാൻ കാര്യം? അപ്പോൾ അവൾ പമ്മി, അവൾ അബോർഷന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ പ്രേക്ഷിത പറഞ്ഞ്, കാര്യം 2 വീട്ടിലും, ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ, അവളുടെ വീട്ടിൽ പ്രസവം 2ാമത്തെ കുഞ്ഞിനാണ് ഇതിപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് അതിൻ്റെ കടങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മ വേല എടുത്തിട്ട് പിന്നെ 2 അമ്മക്ക് ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ അമ്മ നിൽക്കണം, അവിടെയും പറ്റത്തില്ല. അപ്പം 2 വീട്ടുകാർ കൈ ഒഴിഞ്ഞ കാരണം അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോഴൊരു പ്രേക്ഷിത കണ്ടുപിടിക്കണം അവളുടെ പരിഗണന കണ്ടപ്പോൾ നീ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഒരു പരിചയമില്ല, ഇവരെ ചോദിച്ചതാണ്. അതാണ് അധികാരം എന്ന് പറയണത്. പറഞ്ഞ് ഇതാണ് അവസ്ഥ, നീ എൻ്റെ കൂടെ പോര്. ആ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റത്, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. കാര്യം മരണം വരെ നീ അതിന് സമാനം പറയേണ്ടി വരും ദൈവത്തോട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി 46 കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കണ കാണുന്നില്ലേ? ഇനി ഒരു കുഞ്ഞിനെ കിട്ടുന്നത് എന്താ ഉറപ്പ്? ഈ ഇരിക്കണ കുഞ്ഞ്, നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്? ഇങ്ങനെ പടാന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി. അധികാരം എന്ന് പറയുന്നത് അറിവ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ വർദ്ധിക്കുമ്പോൾ അധികാരം വർദ്ധിക്കണം. എൻ്റെ ദൈവത്തിലെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചു പോയിട്ട് ഒന്നും കാണിക്കാനില്ല. അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. 2ാമത്തെ അഭിഷേകകാലം, കർത്താവിൻ്റെ അറിവ് നമുക്ക് 10 വർഷം കിട്ടുന്നത്. 3ാമത്തത് അധികാരകാലം, കർത്താവിന് വേണ്ടി പറന്ന് വിട്ട് പ്രവർത്തിക്കുന്ന കാലം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ ഒരു ഇത് മാറ്റി തന്നു മാതാവ്. ഇങ്ങനെ ഇതുപോലെ ഒത്തിരി 100,000 അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഈശോയിലൂടെ. അപ്പോൾ മാതാവിനും തിരുക്കുമാരനും ഒരു 100,000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടിൻറ്റു സന്തോഷ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിൽ പൊട്ടൻപളവ് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. 2022 ഡിസംബർ 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് 6 വർഷമായിട്ട് ഭയങ്കര അലർജി ആയിരുന്നു. എൻ്റെ മേലെല്ലാം പുഴു തൊട്ടതുപോലെ തടിച്ചു വീർക്കും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഓടി നടന്നു, പക്ഷേ എനിക്ക് കുറഞ്ഞില്ല. ഞാനൊരു നേഴ്സായിരുന്നു. അവസാനം ഞാൻ മരുന്ന് മേടിക്കില്ലെന്ന് നിർത്തി അവസാനം സ്വയം ചികിത്സ തുടങ്ങി. സ്റ്റീറോയിഡ് കഴിച്ച് ഞാൻ ഒരു പരുവത്തിലായി. അവസാനം അങ്ങനെയാണ് ഞാൻ എൻ്റെ അനിയത്തി പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോകുമ്പം ഭയങ്കര സമാധാനത്തിലാണ് ഞാൻ തിരിച്ചു പോയത്. വീട്ടിൽ ചെന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഞാൻ നിരന്തരം വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം 6 മാസമായിട്ട് ഞാൻ മെഡിസിനൊന്നും എടുക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നീ ഇനി പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയല്ല, പുറത്തിറങ്ങിയ നിന്റെ കാര്യം പോക്കാ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, മേലെല്ലാം നല്ല ആരോഗ്യവതിയായിട്ട് ഞാനിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ താമസിക്കുന്നത് കേരള കർണാടക ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ്. ഭയങ്കര ആനശല്യമൊക്കെയുള്ള സ്ഥലമായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടൗണിലേക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വീട് പണിയാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് താഴെ സൗകര്യം നോക്കി ഇറങ്ങി പോകുന്നു. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സാമ്പത്തികമില്ല. ഇവിടെ വന്നപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വീട് വേണം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ആകെ 500 രൂപ അക്കൗണ്ടിൽ ഉള്ളത്. അപ്പം അമ്മ ഒരു വീട് തരണം, അമ്മ എടുത്തോ വീട്, ഞങ്ങൾ വാടകയ്ക്ക് അവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഞാൻ പോയി. അവിടെ ചെന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കും വീട് പണിക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല, തിരിച്ചു പോയി. അതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നല്ല ഇറക്കമായിരുന്നു. എൻ്റെ ചെറിയ കുട്ടിയുണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ. വണ്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് പോയി. ഹസ്ബൻഡ് പറഞ്ഞിട്ട് വണ്ടിയുടെ ബ്രേക്ക് പോയി, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി കാശ് രൂപ എപ്പോഴും കയ്യിലുണ്ട്. അമ്മയോട് പറഞ്ഞു, അമ്മേ വണ്ടിയുടെ ബ്രേക്ക് പോയല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തീർന്നതും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വണ്ടി ഇതായി, നല്ല എൻജിൻ പണി എടുത്ത് വണ്ടി എങ്ങനെ പോകുന്നു അതേ അവസ്ഥയിൽ ഞങ്ങൾ സുരക്ഷിതരായിട്ട് ഞങ്ങളെ വീട്ടിലെത്തിച്ചു.
ഇപ്പം ശരിക്കും അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹവും സാമീപ്യവും ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷത്തോളമായിട്ട് വയറിൻ്റെ ഒരു സൈഡിൽ വേദനയും പ്രൈവറ്റ് പാർട്ടിൽ ചെറിയൊരു തടിപ്പും വേദനയും ഉണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. അവസാനം ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഞങ്ങൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഇനി അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഇത്ര തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവമഹത്വത്തിന് നന്ദി. ഞാൻ കലൂർ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മകന് 28 വയസ്സ് മുതൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയതാണ്. 5 വർഷത്തോളം ഞങ്ങൾ പല M4, ചാവറ, ബത്ലഹേം തുടങ്ങിയതിൽ മാറി മാറി കൊടുത്തു. എന്താണെന്ന് അറിയില്ല. കല്യാണക്കാർ വരും പോവും, എന്ത് തടസ്സമാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞതും ഉടമ്പടി എടുത്തതും. അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാനായിലെ കല്യാണം നടത്തിയ മാതാവേ, അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമേ. പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി കല്യാണം നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കൊണ്ടുപോയ ഓയിലും ഉപ്പും എല്ലാം ഞങ്ങൾ എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരുടെ നെറ്റിയിലും അഭിഷേകം ചെയ്യുമായിരുന്നു. എന്തിനു പറയണു, ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു ബ്രോക്കർ എവിടെന്നോ വിളിച്ചു, നിങ്ങളുടെ മകനെ ഒരു കല്യാണത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. 5 കൊല്ലത്തോളമായിട്ട് 5ഉം 6ഉം 7ഉം ബ്രോക്കർമാർ എന്നും വന്നു പോയിരുന്നതായിരുന്നു. പക്ഷേ ഈ ബ്രോക്കറെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളെ വിളിച്ചു, ഒരു പെൺകുട്ടിയുടെ പടം അയച്ചു തന്നു. അവർ ചെറുക്കൻ്റെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിൽ പോയി. അവർക്ക് പോലും ഈ ബ്രോക്കറെ അറിയില്ല, ഞങ്ങളുടെ വീടും കാണിച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ വന്ന് കണ്ടു. ഞങ്ങൾക്കും തൃപ്തിയായി, അവർക്കും തൃപ്തിയായി. 1 മാസം ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണവും നടന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കല്യാണം നടന്നത്. 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറപ്പിക്കലും എൻഗേജ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഒരു ക്യാൻസർ രോഗിക്ക്, വളരെ സങ്കടകരമായൊരു ക്യാൻസർ രോഗിക്ക് വേണ്ട ധനസഹായം ഞങ്ങൾ ചെയ്യും. ഇവിടുന്ന് വിടുന്ന ദിനപത്രം, അമ്മയുടെ ദിനപത്രം കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നും കുർബാനയ്ക്ക് പോവായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കും. അമ്മ മാതാവിനോട് പ്രത്യേകം, കാനായിലെ കല്യാണം നടത്തിയ അമ്മ മാതാവെ ഞങ്ങളെ സഹായിക്കണേ എന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അതുവരെയുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് അമ്മ മാതാവിൻ്റെ, കൃപാസന മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് LC തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടി ഒരു സാക്ഷ്യം കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് US പോകാനുള്ള ഒരു അവസരം വന്നു. ഈ അവസരം വന്നപ്പോൾ അവനാകെ മൊത്തത്തിൽ പേടിയായിപ്പോയി. കാരണം അങ്ങോട്ടേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായെന്ന് അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഡാഡിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം ഡാഡി, എനിക്ക് ഇച്ചിരി പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ ഡാഡി വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിലെ നിയോഗം ഈ മോന് വേണ്ടിയായിരുന്നു ഒന്നാമതായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ഉടമ്പടി എടുത്ത് പോയി അവൻ കിട്ടിയ മാതാവിൻ്റെ രൂപവും വിശുദ്ധ തൈലവും ഒക്കെ ഉപയോഗിച്ച് അവൻ ഉടമ്പടിയിൽ പിന്നെ വിശ്വസിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞങ്ങൾ കൊടുത്തു വിട്ടു. അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അവൻ പാസ്സാവുകയും അവന് US പോകാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ കിട്ടിയ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ പറ്റിയില്ല.
ആ സമയമായപ്പോഴേക്കും കൊറോണയൊക്കെ പിടിച്ചു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ദൂരെ വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പറയാൻ പറ്റാഞ്ഞതുകൊണ്ട് തിരുക്കുമാരനും അമ്മയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു.